ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ആഫ്റ്റർനൂൺ സെക്ഷൻ. ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ പകലൊന്ന് കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈറ്റ് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ. എന്നെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് ടൈം ഏതാണോ അതിൽ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ രീതി. അപ്പം എന്നെ സംബന്ധിച്ച് ഒട്ടും രാവിലെ എണീറ്റിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല. രാവിലെ എണീറ്റ് പഠിച്ചാൽ തന്നെ എൻ്റെ തലയിലിരിക്കില്ല എന്ന് ഇപ്പം എന്നല്ല, പണ്ട് മുതലേ ഉള്ളൊരു തോന്നൽ മാത്രമല്ല, ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. പെട്ടെന്ന് ടൈം തീർന്നു പോകുന്ന പോലെ. ഇല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ രാവിലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരും കേൾക്കും, എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചുള്ളത് കൊണ്ട് ഞാനെപ്പോഴും കൂടുതലും നൈറ്റ് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് രാവിലെ കേൾക്കുമ്പോഴും നമ്മൾ ആ നൈറ്റ് പഠിച്ച് വെച്ച സാധനം റിവിഷൻ ചെയ്യാതെ തന്നെ നല്ലൊരു റിഫ്രഷിങ് മെൻറ്റോടുകൂടി കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ഉച്ച കഴിഞ്ഞ് കിടക്കും. ചില ദിവസങ്ങളിൽ കേട്ടോ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ കിടക്കത്തില്ല, ഇല്ലെങ്കിൽ കിടക്കും. പിന്നെ എക്സാമൊക്കെ അടുപ്പിക്കുന്ന ടൈമിൽ ഉച്ച കഴിഞ്ഞ് കിടപ്പ് കഴിഞ്ഞിട്ട് പഠിത്തം ഉണ്ടാകും. ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടാണ് സാധാരണ പഠിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഉറക്കം ഇച്ചിരി നേരം കിടന്നു, പക്ഷെ വലുതായിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിരുന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പഴയ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഉണ്ടായിരുന്നു, അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പോർഷൻസും കാര്യങ്ങളും ഒക്കെ ക്ലീനായിട്ട് നോക്കി. അപ്പം എന്നെ സംബന്ധിച്ച് ബാങ്ക് എക്സാമിന് ഞാൻ 1-2 ചാനൽസ് എൻട്രി ആയാലും സൈലത്തിൻ്റെ ആയാലും അല്ലാതെ തന്നെ 1-2 ചാനൽസിൻ്റെ പേര് അടുത്ത വീഡിയോസ് ഞാൻ പറയാം കറക്റ്റായിട്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിക്കുന്നത് ഞാൻ കൂടുതലും നോക്കാറുണ്ട്. ഏത് ചാനലിൻ്റെ ആണെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് പഠിച്ച് ഇല്ലെങ്കിൽ നമുക്കതൊരു ചില അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാവും, അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. അങ്ങനെ തോന്നുന്ന ചാനൽസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിന് മാത്സിനൊക്കെ ഞാൻ നമ്മുടെ ജെറിൻസ് ആൻഡ് ട്രിറ്റൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാത്ത സബ്ജക്റ്റൊക്കെ ഞാൻ എനിക്ക് കൂടുതലും മനസ്സിലാകുന്ന ചാനൽസ് ഏതാണോ അത് ഞാൻ നോക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിൽ, ക്ലാസ്സിൻ്റെ കാര്യത്തിൽ സെലക്റ്റീവായിട്ടുള്ള അല്ലാത്ത ചാനലുകളാണ് നോക്കാറുള്ളത്. PSCക്കാണെങ്കിൽ ഞാൻ പണ്ട് നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് അല്ലാതെ പഠിച്ച് തുടങ്ങിയതൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽസ് നോക്കി തന്നെയാണ്. അപ്പം കൊറോണയുടെ സമയത്താണല്ലോ നമുക്ക് PSCക്ക് ഇങ്ങനെ ഇത്രയും അധികം യൂട്യൂബ് ചാനൽസൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ നോക്കി തന്നെയാണ് പഠിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലായിരുന്നു ആസ്ഥ അക്കാദമി. സാറിൻ്റെ ക്ലാസ്സെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ കൂടുതലും ഫ്രീ വരുന്ന ക്ലാസ്സസൊക്കെ നോക്കിയാണ് കാണുക. അപ്പോൾ കുറച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ബോറടിച്ചു. അത് കഴിഞ്ഞ് ഇല്ലേ തന്നെ എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതി ഇല്ല കേട്ടോ. അപ്പം ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മീശോയിൽ നിന്ന് എടുത്തിരുന്ന ഒരു ചുരിദാറാണ്, ഓർഗൻസ മെറ്റീരിയലിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറ് ചുരിദാർ മെറ്റീരിയലാണിത്. ഞാനതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നല്ല പ്രോഡക്റ്റാണ്. അപ്പം ഞാനത് തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ പെരുന്നാളുകളുടെ ഉത്സവങ്ങളുടെയൊക്കെ ഒരു കാലമാണല്ലോ. ഇപ്പോൾ തയ്ക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതലും ഓരോ പെരുന്നാളിലും ഓരോന്നൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ച് അത്യാവശ്യം നമുക്ക് പെരുന്നാളിന് ഫാഷൻസൊക്കെ ഇടാൻ പറ്റിയ ഒരു ചുരിദാർ മെറ്റീരിയലാണ്. ഞാൻ പോയി അത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അതും ബോറടിക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നൊരു പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കട്ടൻ ചായയൊക്കെ കഴിച്ചു. നിങ്ങൾ ആ കേക്ക് കണ്ടില്ലേ, കേൾക്കുന്ന ആൾ ഇല്ലെങ്കിൽ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന സൈസ് കേക്കാണ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചെറുപ്പം മുതലേ അതെൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് കാന്താരി മുളകാണ് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കാന്താരി ചീനിയിൽ നിന്ന് കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ച് വെച്ചു. കാരണം ഞാൻ വളരെ കുറച്ചായിട്ട് അടുക്കള കയറാറുള്ളൂ കേട്ടോ. അപ്പം കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 1-2 കാര്യങ്ങളുണ്ട്. അതായത് 1-2 കാര്യമെന്ന് പറഞ്ഞാൽ 1-2 സാധനങ്ങൾ ഞാൻ നന്നായിട്ട് വെക്കുന്നതുണ്ട്. അത് വെക്കാൻ വേണ്ടി വെക്കുന്ന ടൈമാണെങ്കിൽ മമ്മി എന്നെ വിളിക്കും. അപ്പോൾ ആ സാധനങ്ങൾ മാത്രമാണ് ഞാൻ കൂടുതലും കിച്ചണിൽ കയറി കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലൊന്നാണ് നാരങ്ങാച്ചാർ. ഞാൻ നാരങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എനിക്കതിലിങ്ങനെ കാന്താരിമുളക്, എനിക്കെന്നല്ല വീട്ടിൽ എല്ലാവർക്കും തന്നെ നമ്മുടെ കാന്താരിമുളക് വാട്ടി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കാന്താരിമുളക് പറിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് വന്ന്
നമ്മുടെ പഠിത്തം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം രാത്രിയായി കേട്ടോ. അപ്പം പിന്നെ ഞാൻ കുളിക്കുന്നതും കാര്യങ്ങളൊന്നും എടുത്തില്ല. അടുത്ത വീഡിയോസിൽ പിന്നെ എന്തെങ്കിലും ഹെയർ മാസ്ക് ഒക്കെ ഇടും. ഹെയറൊക്കെ നന്നായിട്ട് ഓയിൽ വെച്ച് മസാജൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഒരു ഫ്രീ ടൈം കൂടുതലും ആ ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ പുറത്ത് നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് നനയ്ക്കുക, ചെടിയൊക്കെ പ്ലാന്റ് ചെയ്യുക. ആ ഒരു ടൈമിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വിയർക്കുമല്ലോ, ആ സമയത്ത് പോയി കുളിച്ച് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേനും സന്ധ്യയാവും. പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനിരിക്കുക. വിശന്ന് ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. ഞാൻ കൂടുതലും ലൈറ്റായിട്ട് ടീ എടുത്തില്ലെങ്കിൽ നോർമലി അത് സ്കിപ്പ് ചെയ്യും. തലവേദന ഉള്ള ദിവസം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളെ എടുക്കാറുള്ളൂ. അത് സ്കിപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കട്ടിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇരുന്ന് പഠിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളല്ലാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടും നമ്മളൊന്ന് എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മൂവി കാണും. ഇല്ലെങ്കിൽ അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോസും നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ കാണുമല്ലോ. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഡെയിലി കാണുന്ന ചില സാധനങ്ങളുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളല്ല. എപ്പോഴും നമ്മളൊരു നമ്മുടേതായ ഒരു ഫ്രീ ടൈം എടുത്ത് ഒന്ന് റിഫ്രഷായിട്ട് പഠിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം 24 മണിക്കൂറും പഠിച്ചു, 2, 3, 4 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്, അല്ലാതെ ഫുൾ ടൈം അവർ പഠിക്കുകയാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് അതൊട്ടും പറ്റാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. ചിലർക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമിലൊന്നും കാണരുതെന്നൊക്കെ പറയും. എങ്കിൽ പോലും ഞാൻ മോർണിംഗ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപ്പും മുളകൊക്കെ കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഫോണിൽ വെച്ചിട്ട്. പേരൻസ് മമ്മി ഒക്കെ ഉണ്ടാവും കാപ്പി കുടിക്കാൻ, എങ്കിൽ പോലും അതവിടെ കാണും. ഇടയ്ക്ക് നമ്മുടെ നോർമൽ സംസാരങ്ങളൊക്കെ സംസാരിച്ചു പോകും. അങ്ങനെ ഒരാളാണ്. പിന്നെ ഉച്ചയ്ക്ക് ആ ടൈമിലാണ് കൂടുതലും ഫ്രീ ആയിട്ട്. ഉച്ചയ്ക്കും രാവിലെ ആയിരിക്കും എൻ്റെ ഫുഡ് വൈകുന്നേരത്തെ കുറച്ച് ഹറിബറി ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. സോറി, ഈ ഒരു വീഡിയോ ഇടയ്ക്ക് വീട്ടിൽ കയറി വന്നു കേട്ടോ. സോറി. കാരണം ഞാനത് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതൊരു ഇതായിട്ടിടാമെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് അപ്പം ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ ട്രാവൽ വ്ളോഗ്സ്, പുത്തേട്ടൻ്റെ ട്രാവൽ വ്ളോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രൊമോഷനൊന്നും അല്ല, ഞാനത് കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു അത്യാവശ്യം വീഡിയോസൊക്കെ ആണെങ്കിൽ കാണാനുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 ചാനൽസിലെങ്കിലും ഒന്ന് കാണാനൊക്കെ പറ്റും. ഒന്ന് റിഫ്രഷിങ് മൈൻഡൊക്കെ ആവും. പിന്നെ ഞാൻ കാന്താരി പറിച്ചിട്ട് അവിടെ ഒരു വട്ടയില നിന്നു, അതിലിങ്ങനെ പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അതാണ് നിങ്ങളെല്ലാം കണ്ടത്. അതിൻ്റെ തണ്ടൊക്കെ പറിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ പഠിത്തത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ ഈ നാരങ്ങ അച്ചാർ ചെയ്യുന്നത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും വെച്ചു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിതിൽ ഉലുവാതൊന്നും സാധനം മാത്രമേ ചേർക്കത്തില്ല. എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വാണ്ടഡ് കുക്കിംഗ് ആണ്. എല്ലാ സാധനങ്ങളും ചേർക്കുക എന്നതിനപ്പുറത്തേക്ക് എനിക്കെന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സാധനമുണ്ട്, ഞാനത് ഒഴിവാക്കി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഉലുവ ചേർക്കത്തില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ചേർക്കുന്നുണ്ട്. അപ്പം ഞാനെന്താ അത് മൂടി വെച്ചെന്ന് അറിയുമോ, ഈ കാന്താരി മുളക് കിട്ടുമ്പോൾ എൻ്റെ പൊന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, വാട്ടാനിടുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അടുക്കളയുടെ അങ്ങേയറ്റം വരെ പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മൂടി വെച്ചത്. പ്രത്യേകിച്ചും വീഡിയോ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ അതെല്ലാം വാട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് അച്ചാർ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വാട്ടും. ഈ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് കരിഞ്ഞു പോയാലോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ തീ നിർത്തിയിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ശർക്കരയും പഞ്ചസാരയും ഞാൻ ഇടാറുണ്ട്. നാരങ്ങാച്ചാറിന് നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക, അടിപൊളിയാണ്. പിന്നെ കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് ഈ പരുവത്തിൽ സെറ്റാക്കിയിട്ട് നമ്മുടെ നാരങ്ങയൊക്കെ ഇട്ട്, സോറി വീഡിയോ ക്ലിപ്പ് മിസ്സായി പോകുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല വെന്ത ടൈപ്പ് നാരങ്ങാച്ചാർ വേണമെങ്കിൽ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഉള്ള വ്ളോഗ്സൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ നാരങ്ങാച്ചാറൊക്കെ ചെയ്ത് വെച്ചു. ഒരിത്തിരി ചാറോട് കൂടി വെച്ചു. അത് കഴിയുമ്പോഴത്തേനത് ശരിയായിക്കോളും. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിശന്നായിരുന്നു. അന്ന് വൈകുന്നേരം ലൈറ്റായിട്ടല്ലേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് വന്ന് നമ്മുടെ ചോറും മോരും
വാഴയ്ക്ക തോരൻ വെച്ചതായിരുന്നു. അത് മീനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഇതെൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്ന സ്റ്റഡി ടേബിളാണ്. അവിടെയാണ് ലാപ്പും കുറേ ബുക്സൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പകൽ സമയത്ത് അവിടെ ഇരുന്ന് പഠിക്കാറില്ല. കാരണം കട്ടിൽ കണ്ടാൽ ഉറക്കം വരുന്ന ഒരു അസ്വസ്ഥത. ഇല്ലെങ്കിൽ കുറച്ച് നേരം കയറി കിടക്കും ഫോണൊക്കെ നോക്കി. അതുകൊണ്ട് പകൽ സമയത്ത് കൂടുതലും ഞാൻ അവിടെ ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 ആഴ്ചയാണെന്ന് തോന്നുന്നു എനിക്ക് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. ലാപ്പ് വെളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് അതും ഫുൾ പൊടിയായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്ന് തുടച്ച് പൊടിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചു. ആ നടരാജ വിഗ്രഹം എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിരുന്നതാണ്. എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി സെറ്റാക്കി നല്ല ടയേർഡായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു. പിന്നെ പഠിക്കാനൊന്നും ഇരുന്നില്ല. അപ്പം കൂടുതൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ സ്റ്റഡി വീഡിയോസും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.